എല്ലാവർക്കും ലോഹി സ്റ്റാർ കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെള്ളിരിക്കയും മാമ്പഴവും കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു പുളിശ്ശേരിയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വെള്ളിരിക്കയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് വെള്ളരിക്ക വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ചീനച്ചട്ടിയിലേക്ക് മുറിച്ച് വെച്ചേക്കുന്ന വെള്ളരിക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നല്ലപോലെ വേവിച്ചെടുക്കാം. വെള്ളരിക്കയൊക്കെ പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാമ്പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 5 മാമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വെള്ളരിക്ക കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. 1 കപ്പ് അളവിൽ ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് മാമ്പഴവും വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്, 2 പച്ചമുളക്, 1/4 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, 1 കപ്പ് തൈര്. ഇതെല്ലാം കൂട്ടി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ മാമ്പഴവും വെള്ളരിക്കയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് ഈ മാമ്പഴത്തിൻ്റെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരുപാട് നേരം തിളപ്പിക്കണ്ട. ഒന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തൈര് കൂട്ടി അരച്ചത് കൊണ്ട് തന്നെ ഒരുപാട് നേരം തിളപ്പിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി കറിയിലേക്ക് വേണ്ടിയിട്ട് താളിച്ച് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് കടുക് താളിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായ ശേഷം കടുക്, ഉണക്കമുളക്, ഉലുവ, കറിവേപ്പില ഇതെല്ലാം നല്ലപോലെ വറുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകും ഉലുവയും കറിവേപ്പിലയൊക്കെ വറുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ വെള്ളരിക്ക മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കാം. മാമ്പഴം മാത്രം വെച്ച് തയ്യാറാക്കി നോക്കിയിട്ടുള്ളവർ ഈ രീതിയിൽ കൂടി തയ്യാറാക്കി നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിളാക്കി ഓൾ എന്ന് കൂടി കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.